കൈനറ്റിക്സിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളൊക്കെ നമ്മൾ കഴിഞ്ഞു. ഇനി പക്ഷേ കുറച്ച് ടോപ്പിക്കുകൾ കൂടി എടുക്കാനുണ്ട്. അതിലെ പ്രാധാന്യമുള്ള ടോപ്പിക്കുകൾ അനുസരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യം എന്നുള്ള രീതിയിലാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി എടുക്കാൻ പോകുന്ന ടോപ്പിക്കുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കൈനറ്റിക് സോൾട്ട് എഫക്റ്റ്. നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത തിയറീസ് അത്തരം കാര്യങ്ങളെല്ലാം ഗേഷ്യസ് ഫേസ് റിയാക്ഷനെ പ്രധാനമായിട്ടും ഉദ്ദേശിച്ചുള്ളതാണ്. ഇനി നമ്മൾ റിയാക്ഷൻസ് ഇൻ സൊല്യൂഷൻസ് എങ്ങനെയാണ് നടക്കുന്നത്, അതിൻ്റെ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഒക്കെ നോക്കണം. നമ്മൾ പഠിച്ച കൊളീഷൻ തിയറി, ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറിയൊക്കെ ഗേഷ്യസ് സ്റ്റേറ്റിൽ ആണ് നമ്മൾ ബേസ് ചെയ്ത് ഡിസ്കസ് ചെയ്തത്. അതൊക്കെ സൊല്യൂഷൻ ഫേസിലും അപ്ലിക്കബിളാണ്. ആകെ കൂടി വ്യത്യാസം വരുന്നത് കുറച്ച് അഡീഷണൽ പോയിൻറ്റ്സ് കൂടി അതിനകത്ത് ആഡ് ചെയ്ത് വരും. നമ്മൾ പഠിച്ച ഇക്വേഷൻസിലൊക്കെ ചെറിയ മോഡിഫിക്കേഷൻസ് ചിലപ്പോൾ ആവശ്യമായി വരും. അപ്പോൾ നമുക്കതൊക്കെ വഴിയെ പഠിക്കാം. അത് നമ്മൾ പഠിച്ച കാര്യങ്ങളോട് കൂട്ടിച്ചേർത്ത് ചെറിയ വ്യത്യാസങ്ങൾ മാത്രം വരുത്തിയാൽ മതി. അപ്പം നമ്മളിന്ന് റിയാക്ഷൻസ് ഇൻ സൊല്യൂഷൻസിലെ ഒരു പ്രധാനപ്പെട്ട ഐഡിയയായ കൈനറ്റിക് സോൾട്ട് എഫക്റ്റ് പഠിക്കാനായിട്ട് പോകുന്നു. അപ്പോൾ എന്താണ് സോൾട്ട് എഫക്റ്റ് എന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ എഫക്റ്റ് ഓഫ് അയോണിക് സ്ട്രെങ്ത് ഓൺ റേറ്റ് ഓഫ് എ റിയാക്ഷൻ. എല്ലാ റിയാക്ഷൻസിലും അത് വലിയ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യില്ല. പക്ഷേ അയോണിക് സ്പീഷീസുകൾ ഇൻവോൾവ് ചെയ്യുന്ന റിയാക്ഷൻസ്, അതായത് റിയാക്റ്റൻസോ ഇൻ്റർമീഡിയറ്റ്സോ പ്രോഡക്റ്റോ ഒക്കെ അയോണിക് സ്പീഷീസായ റിയാക്ഷൻസുകളിൽ ionic strength of the medium will affect the rate of a reaction. Rate of a reaction can be altered by the presence of non-reacting or inert ionic species in the solution. അപ്പോൾ ഈ അയണിക് സ്പീഷീസ് റിയാക്ഷനിൽ ഡയറക്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നൊരു നിർബന്ധവുമില്ല. ബട്ട് ദേ വിൽ അഫക്റ്റ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ. This effect is profound when the reaction takes place between ions, even at low concentrations. സോ അയോൺസ് തമ്മിലുള്ള റിയാക്റ്റൻസ് ആവാം, അതുകൂടാതെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് അയണിക് സ്പീഷീസ് ഉള്ള കേസിലാവാം, അല്ലെങ്കിൽ പ്രോഡക്റ്റ് ആവാം. ഇവിടെ എവിടെയാണെങ്കിലും അയോണിക് സ്പീഷീസിൻ്റെ കോൺസെൻട്രേഷൻ നമ്മളൊരു എക്സ്റ്റേണലായിട്ട് അഡീഷണലായിട്ട് കൊടുത്താൽ അതും റേറ്റിനെ അഫക്റ്റ് ചെയ്യും. ദിസ് ഇൻഫ്ലുവൻസ് ഓഫ് ചാർജ്ഡ് സ്പീഷീസ് ഓൺ ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഈസ് റെഫേർഡ് ടു ആസ് സോൾട്ട് എഫക്റ്റ്. നമ്മുടെ ഒരു റിയാക്ഷൻ ഉണ്ട്, റിയാക്ഷൻസിൽ അയണിക് സ്പീഷീസ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മളൊരു സോൾട്ട്, ഒരു അയണിക് സ്പീഷീസ് ഇട്ട് കൊടുക്കുന്നു. സോൾട്ട് ഒരു കംപ്ലീറ്റ്ലി അയണൈസ് ചെയ്യാൻ പറ്റുന്ന സ്ട്രോങ് ലേറ്റലൈറ്റാണ് എല്ലാ സോൾട്ടുകളും. അപ്പോൾ അത് അയണൈസ് ചെയ്തു. ആ അയോൺസ് നമ്മുടെ റിയാക്ഷൻ റേറ്റിനെ അഫക്റ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ സോൾട്ട് എഫക്റ്റ് എന്ന് പറയുന്നത്. ദ സോൾട്ട് എഫക്റ്റിനെ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് പ്രൈമറി സോൾട്ട് എഫക്റ്റും, രണ്ട് സെക്കൻഡറി സോൾട്ട് എഫക്റ്റും. അത് രണ്ടും എന്താണെന്ന് നമ്മൾ സെപ്പറേറ്റ് കാണാൻ പോകുന്നു. പ്രൈമറി സോൾട്ട് എഫക്റ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഇലക്ട്രോലൈറ്റ് കോൺസെൻട്രേഷൻ ഓൺ ദ ആക്ടിവിറ്റി കോഎഫിഷ്യൻറ്റ് ആൻഡ് ഹെൻസ് ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. ഈ ആക്ടിവിറ്റി കോഎഫിഷ്യൻറ്റ് എന്താണെന്ന് നമ്മൾ തെർമോഡൈനാമിക്സ് പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചേ? ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ ഒരു റിയാക്റ്റൻ്റ് ഉണ്ട്. ആ റിയാക്റ്റൻ്റ് എത്രയാണോ കോൺസെൻട്രേഷൻ അത് ആനുപാതികമായി റിയാക്ഷൻ നടത്തണമെന്നില്ല. ഒരു എഫക്റ്റീവ് കോൺസെൻട്രേഷൻ അതിനുണ്ട്, എത്രമാത്രം റിയാക്ഷൻ നടത്താൻ അതിന് കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളത്. അത് വെച്ചാണ് നമ്മൾ ആക്ടിവിറ്റി എന്നുള്ള ടേം ഡിഫൈൻ ചെയ്തത്. അപ്പം കോൺസെൻട്രേഷനും ആക്ടിവിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ആക്ടിവിറ്റി കോഎഫിഷ്യൻ്റ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ആക്ടിവിറ്റി ഈസ് ഈക്വൽ ടു ആക്ടിവിറ്റി കോഎഫിഷ്യൻ്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ എന്നുള്ളൊരു റിലേഷൻഷിപ്പും നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ആക്ടിവിറ്റി കോഎഫിഷ്യൻ്റ് 1 ആണെങ്കിൽ കോൺസെൻട്രേഷൻ വിൽ ബി ഈക്വൽ ടു ആക്ടിവിറ്റി. നേരത്തെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് നോക്കുന്നു. അപ്പോൾ ഈ പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് അവിടെയുണ്ട്. നമ്മളൊരു എക്സ്റ്റേണൽ സോൾട്ട് അതിനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ റിയാക്റ്റൻസിൻ്റെ ആക്ടിവിറ്റിയെ അത് എൻഹാൻസ് ചെയ്യുന്നു. അപ്പം നമ്മൾ ആഡ് ചെയ്യുന്ന ആൾക്കാർ നേരിട്ട് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല, നേരിട്ട് റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. എന്താ ചെയ്യുന്നത്? റിയാക്ഷൻ നടത്തുന്ന ആളുകളെ ഒന്നും കൂടി ഒന്ന് പുഷ് ചെയ്യുന്നു. അവരുടെ ആക്ടിവിറ്റി കോഎഫിഷ്യൻ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ഇതാണ് പ്രൈമറി സോൾട്ട് എഫക്റ്റ്. നമുക്കതിനൊരു ക്വാണ്ടിറ്റേറ്റീവ് പിക്ചർ കൊടുക്കാം. അതിനുവേണ്ടി കൺസിഡർ എ റിയാക്ഷൻ വിത്ത് എ ട്രാൻസിഷൻ സ്റ്റേറ്റ് കോംപ്ലക്സ് A plus B റിവേഴ്സിബിളി ഗിവിങ് AB സ്റ്റാർ ഗിവിങ് പ്രോഡക്റ്റ്. എയും ബിയും ചേർന്ന് AB സ്റ്റാർ എന്നുള്ള ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഉണ്ടായി.
അത് പ്രോഡക്റ്റായിട്ട് മാറി. Where A plus B reversibly giving AB star, there is an equilibrium and K star, small k star is the equilibrium constant. അതിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? K star is equal to A star divided by AA into AB. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് പല രീതിയിൽ നമുക്ക് എഴുതാം. കോൺസെൻട്രേഷൻ്റെ ടേംസിൽ എഴുതാം, പ്രഷറിൻ്റെ ടേംസിൽ എഴുതാം, ആക്ടിവിറ്റിയുടെ ടേംസിൽ എഴുതാം. ഇവിടെ നമ്മൾ ആക്ടിവിറ്റിയുടെ ടേംസിൽ എഴുതിയേ കെ സ്റ്റാർ ഇസ് ഈക്വൽ ടു എ സ്റ്റാർ ഡിവൈഡ് ബൈ എ ഇൻറ്റു എ ബി. ഇനി നമ്മൾ അതിനെ കോൺസെൻട്രേഷനിലേക്ക് മാറ്റുന്നു. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ റിലേഷൻഷിപ്പ് വരുന്നത്. ആക്ടിവിറ്റി ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഇൻറ്റു ആക്ടിവിറ്റി കോഎഫിഷ്യൻ. അപ്പോൾ എ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താ? കോൺസെൻട്രേഷൻ ഓഫ് എ ബി. അതിനകത്തെ ആക്ടിവിറ്റി കോഎഫിഷ്യൻ്റ് ഗാമ സ്റ്റാർ. അപ്പോൾ എ സ്റ്റാർ ഇസ് ഈക്വൽ ടു എ ബി സ്റ്റാർ ഇൻറ്റു ഗാമ സ്റ്റാർ എഴുതി. ഇനി ഡിനോമിനേറ്ററിൽ എന്താ? എ ഇൻറ്റു എ ബി, ആക്ടിവിറ്റി ഓഫ് എ ഇൻറ്റു ആക്ടിവിറ്റി ഓഫ് ബി. അതിൽ ആക്ടിവിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ? കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു ഗാമ എ. ആക്ടിവിറ്റി ഓഫ് ബിയോ കോൺസെൻട്രേഷൻ ഓഫ് ബി ഇൻറ്റു ഗാമ ബി. അത് നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമ്മളതിനെ ചെറുതായിട്ടൊന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. എ ബി സ്റ്റാർ, കോൺസെൻട്രേഷൻ ഓഫ് എ ബി സ്റ്റാർ ഇസ് ഈക്വൽ ടു കെ സ്റ്റാർ ഇൻറ്റു എ ഇൻറ്റു ബി ഇൻറ്റു ഗാമ എ ഗാമ ബി ബൈ ഗാമ ഹാഷ്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ റേറ്റ് ഓഫ് സച്ച് എ റിയാക്ഷൻ ഈസ് ഗിവൺ ബൈ ദ എക്സ്പ്രഷൻ റേറ്റ് ഈസ് ഈക്വൽ ടു കെ ബി ടി ബൈ എച്ച് എ ബി ഹാഷ്. എവിടെ നിന്ന് കിട്ടി? ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറിയിൽ നിന്ന് നമുക്ക് കിട്ടി. അതിൻ്റെ അകത്ത് എ ബി ഹാഷിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. റേറ്റ് ഈസ് ഈക്വൽ ടു കെ ബി ടി ബൈ എച്ച് കെ ഹാഷ് എ ഇൻറ്റു ബി ഇൻറ്റു ഗാമ എ ഗാമ ബി ബൈ ഗാമ ഹാഷ്. ദെൻ experimentally the rate of such a reaction is given by the expression rate is equal to k into a into b. സാധാരണ റേറ്റ് ഇക്വേഷൻ ആണ്. റേറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻസ് ഓഫ് റിയാക്റ്റൻസ് കെ ഇൻറ്റു എ ഇൻറ്റു ബി. അത് നമ്മൾ 7ഉം 8ഉം തമ്മിലൊന്ന് കമ്പയർ ചെയ്യുന്നു. റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എ ഇൻറ്റു ബി ആണ്. അപ്പോൾ എയും ബിയോടെ ഉണ്ട്, അതിനെ മാറ്റി മിച്ചമുള്ളതാണ് കെ. Therefore, K is equal to KBT by H, K star, gamma A, gamma B by gamma hash. അതിനകത്ത് K, B, T, H, K star ഇവരെല്ലാം കോൺസ്റ്റൻ്റ് ആയിട്ട് പർട്ടിക്കുലർ ടെമ്പറേച്ചർ. അപ്പോൾ നമ്മൾ അതിന് K0 എന്നുള്ള വാല്യൂ കൊടുത്തു. K is equal to K0 gamma A by gamma A gamma B by gamma star. ഇനി K0ക്ക് ഒരു ഡെഫിനിഷൻ കൊടുക്കണം. K0 becomes rate constant when all the activity coefficients are unity. അപ്പോൾ നേരത്തെ ഇക്വേഷൻ 10 നോക്കിക്കേ. ഗാമ എ 1 ആയി, ഗാമ ബി 1 ആയി, ഗാമ ഹാഷ് 1 ആയി കഴിഞ്ഞാൽ കെ വിൽ ബി ഈക്വൽ ടു K0. ദാറ്റ് ഈസ് K0 is the rate constant when activity coefficients are unity. ഇനി നമ്മൾ ആ ഇക്വേഷൻ 10ൻ്റെ ലോഗരിതം എടുക്കുന്നു. ലോഗ് കെ ഇസ് ഈക്വൽ ടു ലോഗ് K0 പ്ലസ് ലോഗ് ഗാമ എ പ്ലസ് ലോഗ് ഗാമ ബി മൈനസ് ലോഗ് ഗാമ ഹാഷ്. ഇനി നമ്മൾ വേറൊരു ഐഡിയ കൂടി ഇവിടെ കൊണ്ടിരുന്നു. അപ്പോൾ ഇക്വേഷൻ അവിടെ നിന്നിരിക്കുന്നു. ലോഗ് കെ ഇസ് ലോഗ് K0 പ്ലസ് ലോഗ് ഗാമ എ പ്ലസ് ലോഗ് ഗാമ ബി മൈനസ് ലോഗ് ഗാമ ഹാഷ് വരെ എത്തി നിർത്തും. ഇനി നമ്മൾ ആക്ടിവിറ്റി കോഎഫിഷ്യൻ വേരീസ് വിത്ത് കോൺസെൻട്രേഷൻ എക്സ്പെഷ്യലി ഇൻ പ്രസൻസ് ഓഫ് അനാദർ ഇലക്ട്രോലൈറ്റ്. അതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞത്. ആക്ടിവിറ്റി കോഎഫിഷ്യൻ വിൽ ബി ചേഞ്ചിങ് when the concentration of another electrolyte is increasing. We did study a term called ionic strength. എവിടെ? ഡിഗ്രി ക്ലാസ്സിൽ നമ്മൾ അയണിക് സ്ട്രെങ്ത് എന്ന് പറഞ്ഞ ഒരു ടേം പഠിച്ചിട്ടുണ്ട്. ദിസ് ടേം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലെവിസ് ആൻഡ് റണ്ടാർ. നമ്മൾ വിശദമായിട്ട് 4th സെമസ്റ്ററിൽ അയണിക് സ്ട്രെങ്തിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. എന്നാലും നിങ്ങൾ ഡിഗ്രിക്ക് ആ ടേം കേട്ടതായിട്ട് ഓർക്കുന്നുണ്ടാവും. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ദ intensity of the electric field due to the ions in a solution. Ionic strength is the cumulative measure of both charge on the ion as well as its concentration in the solution. അതിന് നമുക്കൊരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ കൊടുക്കാം. I is equal to half of summation Ci Zi². ഈ ഇക്വേഷൻ നിങ്ങൾ ചിലപ്പം കേട്ടിട്ടുണ്ടാവും. I is equal to summation Ci Zi². അയണിക് സ്ട്രെങ്ത് I ആണ് ആ ഇക്വേഷനെ സൂചിപ്പിക്കുന്നത്. ഇനി നമ്മൾ വേറൊരു ഐഡിയ കൂടി ഇവിടെ കൊണ്ടിരുന്നു. ഡിബേ ഹക്കൽ ലിമിറ്റിംഗ് ലോ. നിങ്ങൾ ഡിഗ്രിക്ക് ഒരുപക്ഷെ പഠിച്ചിട്ടുണ്ടാവും.
ഡിബേ-ഹക്കൽ ലിമിറ്റിംഗ് ലോ ആക്ടിവിറ്റി കോഎഫിഷ്യൻറ്റും അയണിക് സ്ട്രെങ്തും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ഇതനുസരിച്ച് ആക്ടിവിറ്റി കോഎഫിഷ്യൻറ്റ് ഓഫ് ആൻ അയോൺ ഈസ് റിലേറ്റഡ് ടു ദ അയണിക് സ്ട്രെങ്ത് ആസ് ലോഗ് ഗാമ ഈസ് ഈക്വൽ ടു -q(z²√i). ഇത് ഒരുപക്ഷെ നിങ്ങൾ ലോഗ് ഗാമ ഈസ് ഈക്വൽ ടു -a(z²√i) എന്നായിരിക്കും പഠിച്ചിരിക്കുക. എനിവേ Q ഓർ A ഏതാണെങ്കിലും കുഴപ്പമില്ല, ഒരു കോൺസ്റ്റൻ്റ് ആണ്. ലോഗ് ഗാമ ഈസ് ഈക്വൽ ടു -q(z²√i) വേർ Q ഈസ് എ കോൺസ്റ്റൻറ്റ്. അതിനൊരു വാല്യൂവും ഒരുപക്ഷെ പഠിച്ചിട്ടുണ്ടാവും. അതിൻ്റെ വാല്യൂ 0.509 ആണ് ഇൻ അക്വസ് സൊല്യൂഷൻ അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ്. കണ്ടീഷൻസ് അപ്ലൈഡ് ആണ്. അക്വസ് സൊല്യൂഷൻ 25 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ 0.509 ആണ്. അത് 5 ആണെന്ന് നമ്മൾക്ക് വേണമെങ്കിൽ എടുക്കാം. ദെൻ A + B റിവേഴ്സിബിളെ ഗിവിങ് AB സ്റ്റാർ ആക്ടിവിറ്റി കോംപ്ലക്സ് ആണ്. അപ്പോൾ ആക്ടിവിറ്റി കോംപ്ലക്സിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ Z = ZA + ZB ആണ്. അതുകൊണ്ട് നമ്മുടെ മുകളിലത്തെ ഇക്വേഷനെ നമുക്കൊന്ന് മോഡിഫൈ ചെയ്യാം. മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മുകളിലത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? ലോഗ് K = log K0 - Q ZI² + ZB² - ZI² + ZB² - 2 ZI ZB√i. അപ്പോൾ ലോഗ് K = log K0 + Q ZI² ZB² പോയി Q 2 ZI ZB√i. അതിനെ നമുക്ക് log K = log K0 + Q എന്ന് പറഞ്ഞാൽ 0.509 ആണ്, അല്ലെങ്കിൽ 51 ആണ്. അത് 1.02 എന്ന് എടുക്കാം. ZI ZB√i എന്ന് നമുക്കത് കൊടുക്കാം. log K = log K0 + 1.02 ZI ZB√i. നമ്മൾ എന്താ ചെയ്തത്? ഈ എക്സ്പ്രഷൻ ലോഗ് ഗാമ i = -q(z²√i) എന്നുള്ളത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. എവിടെയൊക്കെ? ലോഗ് ഗാമ ഐക്ക് കൊടുത്തു, ലോഗ് ഗാമ ബിക്ക് കൊടുത്തു, ലോഗ് ഗാമ സ്റ്റാറിന് കൊടുത്തു. അങ്ങനെയാണ് നമുക്ക് ഈ പറഞ്ഞ ഇക്വേഷൻ കിട്ടിയിരിക്കുന്നത്. ലോഗ് K = log K0. ബാക്കി 3 ടേമുകളിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു, റീഅറേഞ്ച് ചെയ്തു. അത്രേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ലോഗ് K = log K0 + 1.02 ZA ZB√i എന്ന് നമ്മൾ കൊടുത്തു. ഡിബേ-ഹക്കൽ ലിമിറ്റിംഗ് ലോ ഇവിടുത്തെ 3 ടേമുകളിൽ കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്, ഇക്വേഷൻ 11-ലെ. ഇനി എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ 16 ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും. ഇറ്റ് ഈസ് ഓഫ് ദ ഫോം y = mx + c. അതൊരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനാണ്. y എന്ന് പറഞ്ഞാൽ ലോഗ് K, അതിനകത്തെ വേരിയബിൾ ആയിട്ടുള്ളത് അയണിക് സ്ട്രെങ്ത് ആണ്, ബാക്കിയെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. ZA ZB log K0 ഇതെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. അപ്പം mx എന്നുള്ളത് x√i ആണ്, m എന്നുള്ളത് 1.02 ZA ZB, c എന്നുള്ളത് log K0. അപ്പോൾ നമ്മളതിനെ പ്ലോട്ട് ചെയ്യുന്നു. എങ്ങനെ പ്ലോട്ട് ചെയ്യുന്നത്? log K against √i നമ്മൾ പ്ലോട്ട് ചെയ്യുന്നു. എ പ്ലോട്ട് വിൽ ഗീവ് സ്ലോപ്പ് = 1.02 ZA ZB. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പല കണ്ടീഷനിൽ പല രീതിയിലാണ് ഇതിൻ്റെ സ്ലോപ്പ് വരിക. അപ്പോൾ 3 പോസിബിലിറ്റീസ് നമുക്ക് കിട്ടും. ഒന്ന്, √i പാരലായിട്ട് പോകുന്നു. ഇതിൽ √i എന്ന് പറയുന്നത് എന്താ? അയണിക് സ്ട്രെങ്ത് ആണ് i. ഇത് log K റൈറ്റ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പം 3 കണ്ടീഷൻസ്. ZA ZB എന്നുള്ളത് 0 ആവുന്നു. അതായത് ചാർജ് ഓഫ് A × ചാർജ് ഓഫ് B = 0 ആവുന്നു. അത് 0 ആവാനുള്ള കണ്ടീഷൻ എന്താ? ഇതിലേതെങ്കിലും ഒരെണ്ണമോ അല്ലെങ്കിൽ 2 എണ്ണമോ 0 ആയാൽ. അപ്പോൾ അതിന് അറ്റ്ലീസ്റ്റ് ഒരു റിയാക്റ്റൻ്റ് ന്യൂട്രൽ ആണെങ്കിൽ അതിന് ചാർജ് ഇല്ല, ചാർജ് 0 ആണ്. അപ്പോൾ ZA ZB 0 ആവും. അങ്ങനെ ഒരു കേസിൽ log K against √i നമ്മൾ പ്ലോട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് എ സ്ട്രൈറ്റ് ലൈൻ. ഇനി ZA ZB പോസിറ്റീവാണ്, ദെൻ നമുക്ക് പോസിറ്റീവ് സ്ലോപ്പാണ് കിട്ടിയിരിക്കുന്നത്. അതിനർത്ഥം എന്താണ്? ZAയും ZBയും ഗുണിച്ച് കഴിയുമ്പം പോസിറ്റീവ് കിട്ടണമെങ്കിൽ 2 രീതിയിൽ വരാം. ഒന്നെങ്കിൽ രണ്ടും പോസിറ്റീവ് ആവണം, പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് പോസിറ്റീവ്. അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ് ആവണം, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ്, ഇറ്റ് വിൽ ബിക്കം പോസിറ്റീവ്. ഇനി മൂന്നാമത്തെ താഴെ നോക്കുക, ZA × ZB നെഗറ്റീവ് ആവുന്ന അവസ്ഥ.
അതിൻ്റെ അവസ്ഥ എന്താണ്? രണ്ടിൽ ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവും ആണെങ്കിൽ യു വിൽ ഗെറ്റ് എ നെഗറ്റീവ് സ്ലോപ്പ്. അപ്പോൾ ലോഗ് കെ എഗൻസ്റ്റ് റൂട്ടായി പ്ലോട്ട് ചെയ്താൽ നമുക്ക് പല കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഒരു റിയാക്ഷൻ. സൈൻ ഓഫ് ഇസഡ് എ ഇസഡ് ബി ഡിറ്റർമൈൻസ് ദ direction of slope. ഇതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത്. ഇഫ് വൺ ഓഫ് ദ റിയാക്ടൻ്റ് ഈസ് എ ന്യൂട്രൽ മോളിക്യൂൾ ഇസഡ് ബൈ ഇൻറ്റു ഇസഡ് എ ഈസ് 0 ആൻഡ് റേറ്റ് കോൺസ്റ്റൻറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി ഇൻഡിപെൻഡൻറ്റ് ഓഫ് അയണിക് സ്ട്രെങ്ത്. എന്ന് വെച്ചാൽ ലോഗ് കെ എഗൻസ്റ്റ് റൂട്ടായി പാരലായിട്ട് പോകുക എന്ന് പറഞ്ഞാൽ ലോഗ് കെയ്ക്ക് ഐ കൂടുമ്പം ഒരു വ്യത്യാസം ഉണ്ടാകുന്നില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ മീനിങ് എന്താണ്? റേറ്റ് കോൺസ്റ്റൻറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് അയണിക് സ്ട്രെങ്ത്. ഇഫ് ദ റിയാക്ഷൻസ് ഇൻവോൾവ് സിമിലാർലി ചാർജ്ഡ് അയോൺസ്, അതായത് രണ്ടും പോസിറ്റീവോ രണ്ടും നെഗറ്റീവോ ആയാൽ ഇസഡ് എ ഇൻറ്റു ഇസഡ് ബി വിൽ ബി പോസിറ്റീവ് ആൻഡ് സ്ലോപ്പ് ഓഫ് ദ ലൈൻ വിൽ ബി പോസിറ്റീവ്. ദാറ്റ് ഈസ് റേറ്റ് ഓഫ് റിയാക്ഷൻ വിൽ ഇൻക്രീസ് ഓൺ അഡീഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്. അപ്പോൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇത്തരത്തിൽ സ്ലോപ്പുള്ള ഒരു റിയാക്ഷൻ, അതായത് ഇസഡ് എ ഇസഡ് ബി പോസിറ്റീവ് ആണെങ്കിൽ അയണിക് സ്ട്രെങ്ത് കൂടുന്ന അനുസരിച്ച് റേറ്റും കൂടിക്കൊണ്ടിരിക്കും. ഇനി നേരെ തിരിച്ച്, ഇഫ് ദ റിയാക്ഷൻ ഇൻവോൾവ്സ് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോണിക് സ്പീഷീസ് ദെൻ ഇസഡ് എ ഇസഡ് ബി വിൽ ബി നെഗറ്റീവ് ആൻഡ് ദ സ്ലോപ്പ് വിൽ ബി നെഗറ്റീവ്. അതിനർത്ഥം എന്താണ്? റേറ്റ് ഓഫ് റിയാക്ഷൻ വിൽ ഡിക്രീസ് ഓൺ ഇൻക്രീസിങ് മ്യൂ. മ്യൂ എന്നുള്ളത് ഒരു കറക്ഷനാണ് അവിടെ. ഐയോ മ്യൂവോ രണ്ടും ഉപയോഗിക്കാം അയണിക് സ്ട്രെങ്തിന് വേണ്ടി. നമ്മൾ ആദ്യം ഇത്രയും നേരം ഐ ആണ് ഉപയോഗിച്ചിട്ടിരുന്നത്, ഇവിടെ മ്യൂ എന്ന് പറഞ്ഞിരിക്കുന്നുള്ളൂ, അത് അയണിക് സ്ട്രെങ്ത് തന്നെയാണ്. നോക്കുക, ഇസഡ് എ ഇസഡ് ബി താഴേക്ക് പോകുന്നു. എപ്പം? നെഗറ്റീവ് സ്ലോപ്പാണ്. സോ ലോഗ് കെ വാല്യൂ താഴേക്ക് പോകുന്നു ഐ കൂടുമ്പോൾ. അതിനർത്ഥം എന്താണ്? അയണിക് സ്ട്രെങ്ത് കൂട്ടിക്കഴിഞ്ഞാൽ അത്തരമൊരു റിയാക്ഷനിൽ റേറ്റ് കുറയും. ദാറ്റ് ഈസ് ഐ ഡിക്രീസസ് ഓൺ ആഡിങ് rate of reaction decreases on increasing mu or I, that is on adding salt in the reaction mixture. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. S2O8 2- പ്ലസ് I-, രണ്ടും നെഗറ്റീവ് സ്പീഷീസിലാണ്. ആദ്യത്തെ അയോണിൻ്റെ ചാർജ് 2-, രണ്ടാമത്തേത് -1. മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? -1 × -2 = 2. ആ ഒരു കേസിൽ എന്ത് സംഭവിക്കും? റേറ്റ് പോസിറ്റീവാണ്. അപ്പം അയണിക് സ്ട്രെങ്ത് കൂട്ടിക്കഴിഞ്ഞാൽ റേറ്റ് ഓഫ് റിയാക്ഷൻ വിൽ ഇൻക്രീസ്. രണ്ടാമത്തെ കേസ് നോക്കുക. CH3COO C2H5 OH-. ആ കേസിൽ ഇസഡ് എ ഇസഡ് ബി 0 ആണ്. അതിനർത്ഥം എന്താണ്? റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് അയണിക് സ്ട്രെങ്ത്. മൂന്നാമത്തെ കേസ് നോക്കുക. ഒരെണ്ണം പോസിറ്റീവും CO NH3 5 times Br2+. അത് കാർബൺ മോണോക്സൈഡ് അല്ല, CO ആണ്, അതായത് കൊബാൾട്ടാണ്. ഒരു ചെറിയ കറക്ഷനാണ്. ദിസ് ഈസ് CO കൊബാൾട്ട് ഇൻറ്റു OH-. രണ്ടാമത്തെ കേസ് OH- ആണ്. CO NH3 5 times Br2 + OH-. നമുക്ക് കിട്ടുന്നത് എന്താണ്? ഇസഡ് എ എന്ന് പറഞ്ഞാൽ +2, ഇസഡ് ബി -2. പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ +2 × -1 = -2. ആ കേസിൽ എന്താ സംഭവിക്കുക? റേറ്റ് ഓഫ് റിയാക്ഷൻ വിൽ ഡിക്രീസ് വെൻ വി ഇൻക്രീസ് ദ അയണിക് സ്ട്രെങ്ത്. So in primary salt effect, addition of an electrolyte or variation of ionic strength will affect the activity coefficient and hence the rate of a reaction. അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ചുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നെറ്റിനോ അതുപോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിന് പോകുമ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ടാവും. നിങ്ങളോട് ചോദിക്കുന്നത് CO NH3 5 Br+ + OH-. ഇതാണ് റിയാക്ഷൻ. ഈ റിയാക്ഷനിൽ അയണിക് സ്ട്രെങ്ത് കൂട്ടിക്കഴിഞ്ഞാൽ റിയാക്ഷൻ റേറ്റിന് എന്ത് സംഭവിക്കും? നമ്മുടെ ഉത്തരം എന്താണ്? റിയാക്ഷൻ റേറ്റ് കുറയും. ഇനി